ഇതിൽ വായിക്കണം. സിറ്റി. അപ്പൊ നമ്മൾ എന്ത് വായിച്ചു? ഈ സീനെ സ് വായിച്ചു. സൈക്കിൾ. ഇതൊക്കെ നമ്മൾ പറഞ്ഞു. സൈക്കിൾ. നമ്മൾ എന്ത് വായിച്ചു? സ് വായിച്ചു. ഇവിടെ നമ്മള് ക്ക് എന്ന് വായിച്ചു. പറഞ്ഞുതരാം കേട്ടോ. ഇവിടെ നമ്മൾ എന്ത് വായിക്കും? ക്യാമറ. ക്യാമറ. ക്ക് അല്ലെ? CA. അപ്പം ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കാം. അപ്പൊ ഇത്രയും കാര്യങ്ങള് നമുക്ക് എല്ലാരും പറഞ്ഞു തരുന്നതാണ് ഇവിടം വരെയുള്ള കാര്യങ്ങള്. ഇത് കഴിഞ്ഞിട്ട് രണ്ട് കാര്യം കൂടെ നമ്മൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ടതുണ്ട്. എപ്പോഴൊക്കെയാണ് ക്ക് വായിക്കേണ്ടതെന്ന്. അപ്പം ഇതൊന്ന് ഓർത്തു വെക്കുക കേട്ടോ. അപ്പം ഇത്രയും കാര്യം ഓർത്ത് വെച്ചല്ലോ അല്ലെ. ഇനി 2 more കണ്ടീഷൻസ് ഉണ്ട്. എന്തൊക്കെയാന്ന് വെച്ചിട്ടുണ്ടല്ല, ഇത്രയും കാര്യം എല്ലാവരും ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയുന്നതായിരിക്കും. എല്ലാവർക്കും പിന്നെ മിക്കവർക്കും അറിയാം. പലരുമായിട്ട് പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ ഇനി 2 more കണ്ടീഷൻസ് ഉണ്ട്. എപ്പോഴൊക്കെ നമ്മള് സീനെ ക്ക് എന്ന് ഉച്ചരിക്കണമെന്ന്. അതും കൂടെ പറഞ്ഞുതരാം കേട്ടോ. അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കണേ. എന്നിട്ട് നമുക്ക് 2-3 എക്സാമ്പിളോട് ചെയ്യാം. അപ്പൊ ഞാൻ ആ 2 കാര്യം കൂടെ ഇവിടെ എഴുതി ചേർത്തിട്ടുണ്ട്. C പ്ലസ് എനി കോൺസോണൻസ് എക്സെപ്റ്റ് H ആൻഡ് Y. സിന്റെ കൂടെ ഏതെങ്കിലും ഒരു കോൺസോണൻസ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാ? B, C അല്ലെ? A, E, I ഒഴിവാക്കി ബാക്കിയുള്ളതെല്ലാം കോൺസോണന്റ് ആണ്. അപ്പൊ കോൺസോണൻസിൽ ഏതെങ്കിലും ഒരെണ്ണം വരികയാണെങ്കിൽ എക്സെപ്റ്റ് എന്ത്? H, Y ഓൾറെഡി നമ്മൾ ഇവിടെ പറഞ്ഞു അല്ലെ. സ് എടുത്ത് പറഞ്ഞു. Y വന്നാൽ സ് എന്ന് വായിക്കണം. അപ്പം H അല്ലെ? Hഉം Y ഒഴിവാക്കി സിന്റെ കൂടെ ഏതെങ്കിലും ഒരു കോൺസോണന്റ് വരികയാണെങ്കിൽ അതിന് നമ്മൾ എന്ത് വായിക്കണം? ക്ക് എന്നാണ് വായിക്കേണ്ടത്. H, ഈ CH വരികയാണെങ്കിൽ അത് വേറൊരു ഡയഗ്രാഫാണ്. അത് പിന്നീട് ഒരിക്കല് നമുക്ക് പറഞ്ഞുതരാം. അത് വേണമെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. തീർച്ചയായിട്ടും അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. പിന്നെ നെക്സ്റ്റ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എൻഡ് ഓഫ് ദ എനി വേർഡ് വിത്ത് C. ഏതെങ്കിലും ഒരു വേർഡിന്റെ അവസാനം C വരികയാണെങ്കിൽ അതിന് നമ്മൾ ക്ക് എന്ന സൗണ്ട് കൊടുത്താണ് വായിക്കുന്നത്. അപ്പൊ ഇതും കൂടെ അതിന്റെ കൂടെ നമ്മൾ ഓർത്ത് വെക്കുക കേട്ടോ. എന്തൊക്കെയാ പറഞ്ഞത്? സ് വായിക്കണമെങ്കിൽ സിന്റെ കൂടെ എന്ത് വേണം? EIY. ഇത്രയും വന്നാൽ നമ്മൾ C വായിക്കുക. ഇത്രയും വന്ന് നമ്മള് ക്ക് വായിക്കും. അതിന്റെ കൂടെ 2 more കണ്ടീഷൻസ്. എനി കോൺസോണന്റ് എക്സെപ്റ്റ് Hഉം Yഉം ഒഴിവാക്കി ബാക്കി ഏതെല്ലാം കോൺസോണൻസ് വരികയാണെങ്കിൽ അതെല്ലാം ക്ക് എന്ന് വായിക്കുക. എൻഡ് ഓഫ് ദ എനി വേർഡ് വിത്ത് C. അത് നമ്മൾ എന്താ വായിക്കുക? ക്ക് എന്നിനാണ് വായിക്കുന്നത്. അപ്പൊ ഇത്രയും മനസ്സിലായല്ലോ അല്ലെ. നമുക്ക് കുറച്ച് എക്സാമ്പിളും കൂടെ നമുക്കിനത് നോക്കിയാൽ പറഞ്ഞുതരാം കേട്ടോ. അപ്പം ഇപ്പൊ ഞാൻ പറഞ്ഞതുമായിട്ട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? അതായത് സിന്റെ സൗണ്ട് തീരുമാനിക്കുന്നത്, സിയിലെ നമ്മൾ എന്ത് വായിക്കണം എന്ന് തീരുമാനിക്കുന്നത് സിന്റെ അടുത്ത് നിൽക്കുന്ന ലെറ്റർ ആണ്. അല്ലാണ്ട് സിക്ക് സ്വന്തമായിട്ട് എന്താ